മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. മണിക്ക് എപ്പോഴും എന്തുണ്ട്? ടൈം വാല്യൂ ഉണ്ട്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്യാഷിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോൾഡിൻ്റെ കേസൊക്കെ എക്സാമ്പിൾ പറഞ്ഞു. 10 വർഷം മുൻപ് 20,000 രൂപയ്ക്ക് ഒരു പവൻ കിട്ടിയിരുന്ന ഗോൾഡ് 10 വർഷം പിന്നിട്ടപ്പോൾ എന്താ ഒരു 40,000 രൂപ കൊടുത്താലാണ് ഒരു പവൻ കിട്ടും എന്നുള്ള അവസ്ഥയായി. അവിടെ ക്യാഷിൻ്റെ വാല്യൂ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയാണ് ടൈം വാല്യൂ ഓഫ് മണിയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. The value of money can be accessed either on given future date or at the present date. എന്ന് വെച്ചാൽ ക്യാഷിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മണിയുടെ വാല്യൂ നമുക്ക് ഫ്യൂച്ചർ ഡേറ്റിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ പ്രസൻറ്റ് ഡേറ്റിൻ്റെ ബേസിസിലോ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇഫ് ദ വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഫ്യൂച്ചർ ഡേറ്റ് ഇറ്റ് ഈസ് കാൾഡ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി. ഫ്യൂച്ചർ ഡേറ്റിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി എന്നും, കാൽക്കുലേറ്റഡ് അറ്റ് പ്രസൻറ്റ് ഡേറ്റിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി എന്നും പറയുന്നു. The process of calculating future value of present money എന്ന് വെച്ചാൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് മണി, നിലവിലുള്ള ക്യാഷിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കോമ്പൗണ്ടിങ് എന്നും, ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ മണി, ഫ്യൂച്ചർ മണിയുടെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ ഡിസ്കൗണ്ടിങ് എന്നും പറയുന്നു. അപ്പോൾ ഇത്രയാണ് ടെക്നിക്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണിയിൽ പ്രധാനമായും പറയുന്നത്. ഇനി നമുക്ക് ആ രണ്ട് ടെക്നിക്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ വരുന്ന ഫസ്റ്റ് ടെക്നിക്കാണ് കോമ്പൗണ്ടിങ് വാല്യൂ കൺസെപ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് ടെക്നിക്ക്. ഇവിടെ എന്താ പറയുന്നത്? ദ കോമ്പൗണ്ടിങ് ടെക്നിക്സ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് മണി. പ്രസൻറ്റ് മണിയുടെ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പൗണ്ടിങ് വാല്യൂ കൺസെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിം ടൈമിൽ പറയുകയാണെന്ന് വെച്ചാൽ ആസ് എ കൺസെപ്റ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സെയിം കൺസെപ്റ്റാണ് എന്തിനുള്ളത്? കോമ്പൗണ്ട് വാല്യൂ കൺസെപ്റ്റിനുള്ളത്. അപ്പോൾ എന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യാണ്? ഒരു 1000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ആ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1000 രൂപയുടെ മുകളിൽ പ്രിസീഡിങ് ഇയറിൽ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കണക്കാക്കും. അപ്പോൾ 10% ഇൻട്രസ്റ്റ് എങ്കിൽ 1000ൻ്റെ 10% എത്രയാണ്? 100 അപ്പോൾ ആ 100 രൂപയും കൂടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ മുകളിൽ ആഡ് ചെയ്യും. അപ്പോൾ 1000ൻ്റെ കൂടെ നമ്മൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 100 കൂടെ ആഡ് ചെയ്ത് 1100 രൂപ ഇപ്പോൾ നമ്മളുടെ അടുത്ത് എന്ത് ചെയ്തു? ടോട്ടൽ മണി വന്നു. എന്നിട്ട് ഈ 1100ൻ്റെ മുകളിലാണ് പിന്നീട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ കേസാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻ പ്രിസീഡിംഗ് ഇയേഴ്സ് ഈസ് റീഇൻവെസ്റ്റഡ് അറ്റ് ദി പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? മുന്നത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളുടെ ഇൻട്രസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കൺസെപ്റ്റ് തന്നെയാണ് കോമ്പൗണ്ടിങ് വാല്യൂ കൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഇത്രയാണ് കോമ്പൗണ്ടിങ് വാല്യൂ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. പ്രധാനമായിട്ടും കോമ്പൗണ്ടിങ് വാല്യൂ കൺസെപ്റ്റ് 6 രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ വരുന്ന ഫസ്റ്റാണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ പ്രസൻറ്റ് ക്യാഷ് ഫ്ലോ. അവിടെ എന്താ പറയുന്നത്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ പ്രസൻറ്റ് ക്യാഷ് ഫ്ലോ. അതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡ്സ്. തേർഡ് മെത്തേഡാണ് ഡബ്ലിംഗ് പീരീഡ്. ഫോർത്താണ് ഫൈൻഡിങ് പീരീഡ്. ഫിഫ്ത്താണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് ഈക്വൽ ക്യാഷ് ഫ്ലോസ് ഓർ ആന്വിറ്റി ഓഫ് ക്യാഷ് ഫ്ലോസ്, കോമ്പൗണ്ട് വാല്യൂ ഓഫ് ആന്വിറ്റി ഡ്യൂ. ഇത്രയാണ് കോമ്പൗണ്ടിങ് വാല്യൂ കൺസെപ്റ്റിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇതിനൊക്കെ ഓരോ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ പ്രസൻറ്റ് ക്യാഷ് ഫ്ലോ. ഒരു സിംഗിൾ പ്രസൻറ്റ് ക്യാഷ് ഫ്ലോൻ്റെ ഫ്യൂച്ചർ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക പറയുന്നത്. ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ എമൗണ്ട്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഒരു സിംഗിൾ എമൗണ്ടിൻ്റെ ഫ്യൂച്ചർ വാല്യൂ, ഇന്നത്തെ ഒരു സിംഗിൾ എമൗണ്ടിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ താഴെ പറയുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുക. A ഇസ് ഈക്വൽ ടു P ഇൻറ്റു 1+R ഓൾ റേസ് ടു N. ഇതാണ് ഇക്വേഷൻ. അതിൽ ഓരോന്നും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്, FV. ഫ്യൂച്ചർ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? എ എന്ന് പറയുന്നത്. പി എന്താണ്? പ്രിൻസിപ്പൾ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി പീരീഡ്, നമ്മൾ പ്രസൻ്റ് ആയിട്ട് കൊടുക്കുന്ന മണി, അതിനെയാണ് എന്ത് പറയുന്നത്? പി എന്ന് പറയുന്നത്. R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ ദി വിച്ച് കോമ്പൗണ്ടിങ് ഇസ് ഡൺ. എത്ര വർഷത്തേക്കാണ് നമ്മൾ കാണുന്നത്? 5 വർഷത്തേക്കാണെങ്കിൽ 5, 3 വർഷത്തേക്കാണെങ്കിൽ 3, അതിനെയാണ് N എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഹെഡിങ് കൊടുത്തിട്ട് ഈ ഇക്വേഷനൊക്കെ കൂടെ എന്ത് ചെയ്യണം? ഒരു വലിയൊരു ബോക്സിലാക്കിയിട്ട് ഇടണം.
ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിളാണ് കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ വെൻ 10,000 ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 3 years അറ്റ് 10% ഇൻട്രസ്റ്റ് പെർ ആനം. നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോമ്പൗണ്ട് വാല്യൂ കണ്ടുപിടിക്കണം. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 8% ഇൻട്രസ്റ്റിൽ 3 വർഷത്തേക്ക്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കോമ്പൗണ്ട് വാല്യൂ കണക്കാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതിൽ എ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r ഓൾ റേസ് ടു n. അപ്പോൾ എ കോമ്പൗണ്ട് വാല്യൂ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു എന്ന് എഴുതുക, അല്ലെങ്കിൽ കോമ്പൗണ്ട് വാല്യൂ ഇസ് ഈക്വൽ ടു പി. പി എന്ന് വെച്ചാൽ എന്താണ്? പ്രിൻസിപ്പൾ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി പീരീഡ്. നമ്മൾ ബിഗിനിങ് ഓഫ് ദി പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം, ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത്? 10,000 ഈസ് ഇൻവെസ്റ്റഡ്. അപ്പോൾ ഇവിടെ 10,000 ആണ് പി എന്ന് പറയുന്നത്. ആർ എന്താണ്? ആർ എന്താ പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 10,000 ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 3 years അറ്റ് 8% ഇൻട്രസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 8% എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 8%. അപ്പോൾ 8% നമ്മൾ എന്ത് ചെയ്യണം? അത് കൺവേർട്ട് ചെയ്ത് എഴുതണം. 8 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഈസ് ഈക്വൽ ടു 0.08. അതാണ് വാല്യൂ വരിക. നെക്സ്റ്റ് നമുക്ക് എന്താണ്? എൻ. 1 + r ഓൾ റേസ് ടു n ഇല്ലേ? n എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ എത്ര വർഷത്തേക്കാണ് പറഞ്ഞത്? 3 വർഷത്തേക്കാണ്. അപ്പോൾ n ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 3 കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പി 10,000 ആണ്. അപ്പോൾ 10,000 ഇൻറ്റു 1 + 8% അല്ലേ പറഞ്ഞത്? അപ്പോൾ 8% ഹോൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ഇയർ. അങ്ങനെ നമ്മൾ എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ 10,000 ഇൻറ്റു 1 + ഇവിടെ 0.8 വന്നത് എങ്ങനെയാണ്? നമുക്ക് 8% അപ്പോൾ 8%നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 8/100 ചെയ്തു. അപ്പോൾ 0.08 വന്നു. അപ്പോൾ 0.08 ഇവിടെ 3 വട്ടം ഇൻറ്റു ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 3 വട്ടം ഇൻറ്റു ചെയ്തത്? അവിടെ 3 വർഷമാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് 3 വട്ടം ഇൻറ്റു ചെയ്തത്. അതാണ് ഓൾ റേസ് ടു ഒഴിവാക്കിയിട്ട് നമ്മൾ 1 + 0.08 ഇൻറ്റു 1 + 0.08 ഇൻറ്റു 1 + 0.08 നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻറ്റു ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുക. അപ്പോൾ 1 + 0.8 ഒക്കെ ഇനി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1.08 1.08 1.08 കിട്ടും. ഇതിന് 3 കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1.259712 എന്ന് പറയുന്ന എമൗണ്ടാണ് കിട്ടുക. അതിന് 10,000 ആയിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12,597 12,597 എമൗണ്ട് കിട്ടും. ഈ എമൗണ്ട് ആണ് ഇസ് ദ എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്. നമ്മൾ എൻഡ് ഓഫ് ദി പീരീഡിൽ കിട്ടുന്ന എമൗണ്ട് എഫ്, ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര തന്നിട്ടുണ്ട്? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എമൗണ്ട് 10,000 തന്നിട്ടുണ്ട്. 3 വർഷത്തേക്കാണ്. 8% ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇൻറ്റു 1 + r ഓൾ റേസ് ടു n ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, അതാണ് 10,000. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 8% തന്നിരിക്കുന്നത്. 8% നമ്മൾ എഴുതാറില്ല. 8/100 എഴുതിയിട്ട് 0.08 നമുക്ക് ആൻസർ കിട്ടും. അതാണ് അവിടെ എഴുതേണ്ടത്. ഹോൾ റേസ് ടു 3 വന്നത് 3 years ആയതുകൊണ്ടാണ്. പിന്നെ അത് എന്ത് ചെയ്യുകയാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് നമുക്ക് എഫ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്.